1896 പൊന്നാനി താലൂക്കിലെ മേടത്തൂർ ഗ്രാമത്തിൽ വെള്ളിത്തുരുത്തി താടത്തില്ലത്താണ് രാമൻ ഭട്ടതിരിപ്പാട് ജനിച്ചത്. പരമ്പരാഗതമായ വേദപഠനങ്ങളും മറ്റുമായി കഴിഞ്ഞിരുന്ന വീട്ടി വളരെ വൈകിയാണ് അക്ഷരം അഭ്യസിച്ചു തുടങ്ങിയത്. ശാസ്താംകോവിലെ ശാന്തിക്കാരനായി കഴിഞ്ഞിരുന്ന വീട്ടിയെ ആത്മബോധത്തിൻ്റെയും അക്ഷരങ്ങളുടെ ലോകത്തേക്ക് തിരിച്ചുവിട്ടത് 12 വയസ്സുകാരിയായ തീയാടിക്കുട്ടി അമ്മുക്കുട്ടിയാണെന്ന് അദ്ദേഹം തൻ്റെ ആത്മകഥയായ കണ്ണീരും കിനാവിലൂടെയും പറഞ്ഞിട്ടുണ്ട്. ശാസ്താംകോവിലിൻ്റെ പടിയിറങ്ങി 1.5 പതിറ്റാണ്ട് കൊണ്ട് അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്തെത്തി. ഇതിനിടയിൽ പത്രാധിപർ, അധ്യാപകൻ എന്നീ രംഗങ്ങളിലും പ്രവർത്തിച്ചിരുന്നു. യോഗക്ഷേമ സഭയുടെ ഒരു പ്രധാന നേതാവായിരുന്നു വി.ടി. ഭട്ടതിരിപ്പാട്. കുടുംബം മുറിക്കുക, അന്തർജനങ്ങളുടെ വേഷപരിഷ്കാരം, മിശ്രഭോജനം തുടങ്ങിയ സമുദായ പരിഷ്കരണ പരിപാടികൾക്കൊക്കെ ഇദ്ദേഹം നേതൃത്വം നൽകി. യോഗക്ഷേമ സഭയുടെ 26ാം വാർഷികത്തിൽ ആദ്യമായിട്ട് വിധവാ വിവാഹ പ്രമേയം പാസാക്കി. വിധവയായ ഭാര്യ സഹോദരി ഉമ്മയെ MRBക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അങ്ങനെ നമ്പൂതിരി സമുദായ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു വിധവ സുമംഗലയെ മാറി. അന്ന് ആ വേദിയിൽ വെച്ച് വി.ടി. പറഞ്ഞു, ഇപ്പോൾ നമ്പൂതിരിയും മറ്റു മനുഷ്യർക്ക് തുല്യനായിരിക്കുന്നെന്നും അതുകൊണ്ട് യോഗക്ഷേമ സഭ എന്ന സംഘടന പിരിച്ചുവിടണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരത്തിൽ സമുദായ പരിഷ്കരണത്തിനും സാമൂഹിക പരിഷ്കരണത്തിനും വേണ്ടിയിട്ട് ഒരുപാട് ആത്മസമർപ്പണം നടത്തിയ ഒരു വ്യക്തിത്വമായിരുന്നു വി.ടി. ഭട്ടതിരിപ്പാട്.